ഹായ്, എല്ലാ പ്ലസ് കുട്ടികൾക്കും നമസ്കാരം. രാഹുൽ സാറാണ്. സോ ഓർഗാനിക് 25 മാർക്ക് കിട്ടാൻ പറ്റുന്ന ഓർഗാനിക്സിൻ്റെ ടോപ്പിക് നമുക്ക് 25 മാർക്ക് ഓർഗാനിക്കിന് സ്കോർ ചെയ്യാം. ഇത്രയും ടോപ്പിക്സ് 10 1 2 3 4 5 6 7 8 9 10 കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25 മാർക്ക് നമ്മുടെ ഓർഗാനിക്കിൻ്റെ സെക്ഷനിൽ നിന്ന് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 25 മാർക്ക് ഉറപ്പിക്കാനുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ 10 ക്വസ്റ്റ്യനും പഠിച്ചിട്ട് 25 മാർക്ക് ഉറപ്പിച്ചിട്ട് നിങ്ങൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് നോക്കാം. ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ടോപ്പിക്കാണ്, പലതും എക്സ്പ്ലെയിൻ ചെയ്യാത്ത കുറച്ചുണ്ട്, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതായിരിക്കും. ഒന്ന്, ആൽക്കഹോളിക് ഏജ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. ആൽക്കഹോളിക് ഏജ് ഹാലജൻ പോവും, ഓൾറെഡി നമ്മൾ എടുത്തതാണ്. ഹാലജൻ പോവും, ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോവും. അവിടെ നമുക്ക് 2 ബീറ്റ പൊസിഷൻസ് വരികയാണെങ്കിൽ അവിടെ സ്റ്റേറ്റ്സ് ഓഫ് റൂൾ വേണം. കൂടുതൽ കാർബൺ വരുന്ന സൈഡിൽ നിന്ന് ഹൈഡ്രജൻ പോവും. അപ്പോൾ നമുക്ക് 2 പ്രൊഡക്റ്റ് അവിടെ കിട്ടും. ആൽക്കഹോളിക് ഏജ്. സോഡിയം ഡ്രൈ ഈതർ, അത് വുഡ്സ് റിയാക്ഷൻ ഉണ്ട്. സ്ട്രേറ്റ് ചെയിനിലാണെങ്കിൽ ബെൻസീൻ റിംഗ് ആണെങ്കിൽ ഫിറ്റിക് റിയാക്ഷൻ, അവിടെ നമുക്ക് കിട്ടുന്ന ഡൈഫിനൈലാണ്. ബെൻസീനെ എങ്ങനെ ഡൈഫിനൈൽ ആക്കാമെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഹാലോ ബെൻസീനെ എങ്ങനെ ഡൈഫിനൈൽ ആക്കാമെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ വുഡ്സ് ഫിറ്റിക്ക്, ഇത് 3 സോഡിയം ഡ്രൈ ഈതറിനകത്ത് വരുന്നതാണ്. വീണ്ടും എഴുതി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, ഇത് പഠിച്ചു വെച്ചേക്കുക നിങ്ങൾ. ഒന്നില്ലെങ്കിൽ ആൽക്കഹോളിക് ഏജ്, അല്ലെങ്കിൽ സോഡിയം ഡ്രൈ ഈതർ. ദെൻ ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ അറിയാമല്ലോ, നമ്മുടെ ആൽക്കൈൽ അയഡൈഡിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സോഡിയം അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ദെൻ സ്വാർട്സ് റിയാക്ഷൻ, ആൽക്കൈൽ ഫ്ലോറൈഡിനെ കിട്ടാൻ ഫ്ലോറിനേറ്റിംഗ് ഏജൻസുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. സാൻമേസ് റിയാക്ഷൻ അറിയാമല്ലോ. സാൻമേസ് റിയാക്ഷൻ എന്താണെന്ന്, ബെൻസീൻ റിംഗിന് മുകളിൽ ഹാലജൻ വരുന്നു, കുപ്രസ് ക്ലോറൈഡും നമ്മുടെ ഡൈസോണിയം സാൾട്ടുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ദെൻ AgCN KCN, ഇവിടെ AgCN നമ്മുടെ ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ, നമ്മൾ എടുത്തതല്ല, RX ആൽക്കൈൽ ഹാലൈഡുമായിട്ട് AgCN റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് RNC ആണ്. ഇത്രയുള്ള സംഭവം. ഈ എക്സും AGയും കൂടെ പുറത്തു പോകും. CN അല്ല അറ്റാച്ച് ചെയ്യുന്ന, NC ആണ്, തിരിഞ്ഞാണ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. എന്നാൽ RX KCNുമായിട്ട് റിയാക്ട് ചെയ്താൽ ഇവിടെ Kയും Xും പോവും, നമുക്ക് കിട്ടുന്നത് RCN ആണ്. തിരിഞ്ഞു പോയത് AgCN ആണെങ്കിൽ തിരിഞ്ഞാണ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്, KCN ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അത് നമുക്ക് ഒരുപാട് വട്ടം ചോദിച്ചിട്ടൊന്നുമില്ല, എന്നാലും 2-3 വട്ടം അവിടെയും ഇവിടെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം അതിൻ്റെ കൂടെ നിർത്തുന്നുള്ളൂ. ചിലപ്പോൾ അത് ചോദിച്ചാൽ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവരുത് എന്ന് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ഓർഗാനിക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്നാൽ AgCN KCN ഇപ്പം ആലോചിച്ചോളുക. AgCN ആണെങ്കിൽ എക്സും AGയും കൂടെ റിയാക്ട് ചെയ്യുന്നു, AgX പുറത്തു പോകുന്നു. എന്നിട്ട് RCN അല്ല നമുക്ക് കിട്ടുന്ന RNC ആണ്. ഇതിനെ വിളിക്കുന്ന പേര് ഐസോസൈനൈഡ് എന്നാണ്. നമ്മളൊരു ഐസോസൈനൈഡ് ടെസ്റ്റ് പഠിച്ചിട്ടുണ്ട്, അത് പ്രൈമറി അമീൻസിലാണ്. പ്രൈമറി അമീൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലോറോഫോമും NaOH ഓർമ്മയുണ്ടല്ലോ. ദെൻ ഇവിടെ നമുക്ക് കിട്ടുന്നത് KXും CN ആണ്. ഇവിടെ ഡയറക്റ്റായിട്ട് CN ആണ് കിട്ടുന്നത്, പക്ഷെ അവിടെ മാത്രമേ ഒരു പ്രശ്നം വരുള്ളൂ. AgCNൻ്റെ കേസിൽ NCയും KCN ആണെങ്കിൽ നമുക്ക് CN കിട്ടും. ഓക്കെ, അപ്പം ആ ഒരെണ്ണം കഴിഞ്ഞു. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് വട്ടം 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പം ഡയറക്റ്റായിട്ട് ഒരു റിയാക്ഷൻ ആൽക്കഹോളിക് ഏജിൻ്റെ റിയാക്ഷൻ എഴുതാൻ പറയും, അല്ലെങ്കിൽ പ്ലസ് AgCN, അല്ലെങ്കിൽ എന്താണ് സാനിമേസ് റിയാക്ഷൻ, ആൽക്കൈൽ ഹാലൈഡിനെ അല്ലെങ്കിൽ ആൽക്കൈൽ ബ്രോമൈഡിനെ എങ്ങനെ ആൽക്കൈൽ ഫ്ലോറൈഡ് ആക്കാം, അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ ക്ലോറോബെൻസീനെ എങ്ങനെ ഡൈഫിനൈലാക്കാം, ക്ലോറോബെൻസീനെ സോഡിയം ട്രൈ ഈതറുമായിട്ട് റിയാക്ട് ചെയ്താൽ ഡൈഫിനൈലാവും. രണ്ടാമത്തത് SN1 SN2 റിയാക്ഷൻ അറിയാമല്ലോ. എന്താണ് SN1, എന്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ബൈമോളിക്കുലാർ യൂണിമോളിക്കുലാർ. പിന്നെ അവിടുത്തെ കാര്യങ്ങൾ ഫുൾ ഒരു ടേബിൾ പോലെ എഴുതാൻ പഠിക്കണം. അതുകൂടാതെ SN1 എന്താണെന്ന് എഴുതാൻ പഠിക്കണം, SN2 എന്താണെന്ന് എഴുതാൻ പഠിക്കണം, മസ്റ്റാണേ. പിന്നെ അത് കഴിഞ്ഞാൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് അരൈൽ ഹാലൈഡ്സ്. കുറേ പേര് കമൻസിൽ ചോദിക്കുന്നുണ്ട്, സാർ അതില്ലല്ലോ ഇതില്ലല്ലോ ആ ടോപ്പിക്ക് വന്നിട്ടില്ലല്ലോ. അത് നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ടോപ്പിക്ക് എടുക്കുന്നത്. നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഓരോ വീഡിയോസിലും കാണുന്നതാണ്. നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട, പറയുന്ന കാര്യങ്ങൾ അതേ കണക്ക് പഠിക്കുക. ഇത്രയും വീഡിയോസ് കണ്ട് ഇതെല്ലാം പഠിച്ചിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ ഓരോ വീഡിയോസ് വിടുന്നത്. അപ്പോൾ ഇവിടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് അരൈൽ ഹാലൈഡ്സ്, അവിടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ്, നമ്മളിപ്പം ഒരു ടോപ്പിക്ക് എടുത്തു കഴിഞ്ഞാൽ ചില ടോപ്പിക്കൊക്കെ 1-3-4 വട്ടം റിപ്പീറ്റ് ചെയ്താണ്. ചില ടോപ്പിക്കൊക്കെ 1 വർഷം ചോദിച്ചാൽ പിന്നെ 2-3 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ചോദിക്കുന്നത്, അങ്ങനെ പല ടോപ്പിക്കുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ചോദിക്കുന്ന ടോപ്പിക്കിനെ നിങ്ങൾക്ക് സ്ഥിരം ചോദിക്കുന്ന ടോപ്പിക്കാണെന്ന് പറഞ്ഞ് എടുത്ത് തരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെല്ലാം ക്ലാസിഫൈ ചെയ്ത് എല്ലാം നിങ്ങളുടെ മുന്നിലെത്തും. അതുകൊണ്ട് ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട, പഠിച്ചാൽ മാത്രം മതി. എല്ലാം സിമ്പിളാക്കി തരുന്ന ജോലി നമ്മുടെ കയ്യിലുണ്ട്, ജസ്റ്റ് പഠിച്ചാൽ മാത്രം മതി.
അപ്പം SN1 SN2 റിയാക്ഷൻ നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞ ടോപ്പിക്കാണ്, കാരണം അത്രയും റിപ്പീറ്റേഷൻ ഉള്ളൊരു ടോപ്പിക്കാണ്. പിന്നെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് അലൈൽ ഹാലൈഡ്സ്, നമ്മുടെ ബെൻസീൻ റിങ്ങിനകത്ത് ഹാലജൻ വരുന്നു, അതിനകത്ത് ഹാലജനേഷൻ, നൈട്രേഷൻ, സൾഫണേഷൻ 3 പഠിക്കണം. ഹാലജനേഷൻ അതാകുമ്പോൾ ബെൻസീൻ റിങ്ങിനകത്ത് ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അപ്പം ഓർത്തോയിലും പാരയിലും ഹാലജൻ വരും. നൈട്രേഷൻ ആകുമ്പോൾ HNO3 H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു, ഓർത്തോയിലും പാരയിലും NO2 വരും. ദെൻ SO3H ഓർത്തോയിലും പാരയിലും വരും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം, എക്സാമിന് ചോദിക്കുന്നത് തന്നെയാണ്. അടുത്തത് HIയുടെ റിയാക്ഷൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. മറ്റേ നമ്മുടെ ഓയുടെ അവിടെ വെച്ച് ഈതറിൻ്റെ അവിടെ ഓയുടെ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് അല്ലെ 3 കേസ് നമ്മൾ ചെയ്തതാണ്. രണ്ടിടത്ത് ഒരേ കണക്ക് വരുന്നത്, രണ്ടിടത്തും ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്, ഒരിടത്ത് ബെൻസീൻ റിംഗ് വരുന്നു. 3 നമ്മൾ ചെയ്തതാണ്. 3 ഏത് വേണമെങ്കിലും ചോദിക്കും. അതിലൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം 3 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചു, അതായത് ഒറ്റ റിയാക്ഷൻ 3 മാർക്കിന്. എന്തിനാണെന്ന് അറിയത്തില്ല, ആൻസർ മാത്രം എഴുതി വെച്ചാൽ 3 മാർക്കും കിട്ടും, വേറെ ഒന്നും എഴുതാൻ നിൽക്കേണ്ട. പിന്നെ സിങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഫീനോളുമായിട്ടാണ് സിങ്ക് റിയാക്ട് ചെയ്യുന്ന ബെൻസീൻ നമുക്ക് കിട്ടും. അത് നമ്മൾ +1 തൊട്ടിക്കേ പഠിക്കുന്ന റിയാക്ഷനാണ്. ഫീനോളും സിങ്കുമായിട്ട് റിയാക്ട് ചെയ്താൽ ബെൻസീൻ കിട്ടും. HNO3 രണ്ടെണ്ണം നിങ്ങൾ പഠിക്കണം. ഡൈലൂട്ട് HNO3 ആകുമ്പോഴത്തേക്ക് ഓർത്തോയിലും പാരയിലും സെപ്പറേറ്റ് കിട്ടും. കോൺസെൻട്രേറ്റ് HNO3 ആണെങ്കിൽ ഓർത്തോയിലും പാരയിലും എല്ലാം കൂടെ കിട്ടും. പിക്രിക് ആസിഡ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ബ്രോമിൻ വാട്ടർ, 2ലും 4ലും 6ലും ബ്രോമിൻ വരും. ഫീനോളിൻ്റെ 2ലും 4ലും 6ലും ബ്രോമിൻ വരും. 2,4,6 ട്രൈബ്രോമോ ഫീനോൾ. ദെൻ കോൺസെൻട്രേറ്റ് HNO3 അറിയാമല്ലോ, ഡീഹൈഡ്രേഷൻ ആണ്. OH പോവും, OH അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോവും, ഇടയ്ക്ക് ഡബിൾ ബോണ്ട് വരും, പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ റെയ്മർ തേയ്മാൻ റിയാക്ഷനും കോപ്സ് റിയാക്ഷൻ. CHCl3 NaOH റെയ്മർ തേയ്മാൻ, മറ്റേ OHൻ്റെ തൊട്ടടുത്ത പൊസിഷനിൽ CH വരും. സാലിസിലിക് ആസിഡ്, സാലിസിലിക് ആൽഡിഹൈഡ്, കോപ്സ് റിയാക്ഷൻ അപ്പോൾ സാലിസിലിക് ആസിഡ്, കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കും. മസ്റ്റാണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഷുവറാണ്. അടുത്തത് ലൂക്കാസ് ടെസ്റ്റ് അറിയാമല്ലോ. ആൽക്കഹോൾസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ലൂക്കാസ് ടെസ്റ്റ്. അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും കോൺസെൻട്രേറ്റ് HCl ആണ് നമ്മുടെ റിയേജന്റ് എന്ന് പറയുന്നത്. പ്രൈമറി സെക്കൻഡറി ടെർഷറിയുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. പ്രൈമറിയുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡറിയുമായിട്ട് റിയാക്ട് ചെയ്താൽ ടെർഷറിയുമായിട്ട്, പ്രൈമറിയായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. സെക്കൻഡറിയുമായിട്ട് ടർബിഡേറ്റ് ചെയ്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് ടെർഷറിയുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ദെൻ പ്രിപ്പറേഷൻ ഓഫ് മെത്തനോൾ ആൻഡ് വുഡ് സ്പിരിറ്റ്. അത് നമുക്ക് ഒരു റെഗുലർ പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ എന്നാലും ചോദിച്ചാൽ 2 മാർക്കോ 3 മാർക്കിനോ ചോദിക്കാൻ പറ്റുന്നതാണ്. വുഡ് സ്പിരിറ്റിൻ്റെ പ്രിപ്പറേഷൻ. എന്താണ് വുഡ് സ്പിരിറ്റ് എന്ന് ചോദിക്കാം. മെത്തനോളിനെ വിളിക്കുന്ന പേരാണ് വുഡ് സ്പിരിറ്റ്. അങ്ങനെ പല തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി വുഡ് സ്പിരിറ്റിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻ ഇങ്ങനെയാണ്. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് CH3OH കിട്ടും. ഈ CH3OHനെ വിളിക്കുന്ന പേരാണ് വുഡ് സ്പിരിറ്റ്, മെത്തനോള്. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഇവിടെ എടുക്കുന്ന റിയേജൻറ്റ്, നമ്മൾ റിയേജൻറ്റ് പ്രത്യേകം ഓർത്ത് വെച്ചേക്കാം. ZnOയും CrO3യുമാണ് നമ്മുടെ റിയേജൻറ്റ്. സിങ്ക് ഓക്സൈഡും ക്രോമിയം ട്രൈ ഓക്സൈഡും. എടുക്കുന്ന പ്രഷർ 200 to 300 ATM ആണ്. 200 മുതൽ 300 ATM വരെ. പിന്നെ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 573 Kelvin to 673 Kelvin ആണ്. ഇതാണ് വുഡ് സ്പിരിറ്റിൻ്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ മെത്തനോൾ. വുഡ് സ്പിരിറ്റിനെ തന്നെ വിളിക്കുന്ന പേരാണ് മെത്തനോൾ. പിന്നെ എത്തനോളിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ 10th പഠിക്കുന്നതാണ്. മറ്റേ കരിമ്പിൻ്റെ പഞ്ചസാര, മൊളാസസ്, അതിനകത്തോട്ട് നമ്മൾ ഈസ്റ്റിനെ ആഡ് ചെയ്യുന്നു. അതിനകത്ത് ഈസ്റ്റിനകത്ത് ഇൻവെർട്ടേസും സൈമേസും ഉണ്ട്. ആ റിയാക്ഷനിൽ അതും പഠിച്ചു വെച്ചേക്കാം. അപ്പം പ്രിപ്പറേഷൻ ഓഫ് മെത്തനോൾ വുഡ് സ്പിരിറ്റ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ എത്തനോളിനെ ഈഥൈൽ ആൽക്കഹോൾ എന്നും മെത്തനോളിനെ മീഥൈൽ ആൽക്കഹോൾ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ. പിന്നെ ആൽഡിഹൈഡ്സിൻ്റെ 2 ടെസ്റ്റ്, ഒന്ന് ടോളറൻസ് ടെസ്റ്റും രണ്ടാമത്തത് ഫെഹിലിങ്ങും. രണ്ടും ആൽഡിഹൈഡ്സിനെ കീറ്റോൺസിനെ തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനാണ്. പക്ഷേ ഈ 2 ടെസ്റ്റും ആൽഡിഹൈഡ് മാത്രമേ തരത്തുള്ളൂ. ടോളറൻസ് ആകുമ്പോഴത്തേക്ക് സിൽവർ മിറർ കിട്ടും. ഫെഹിലിംഗ് ആകുമ്പോഴത്തേക്ക് ഫെഹിലിംഗ് എയും ഫെഹിലിംഗ് ബി ഉണ്ട്, റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. മസ്റ്റാണേ. പിന്നെ ആൽഡോൾ കണ്ടൻസേഷൻ അറിയാമല്ലോ. നമ്മൾ ആൽഡോളും കന്നിസാരയും രണ്ടും സെപ്പറേറ്റ് ചെയ്ത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് പഠിച്ചതാണ്. ആൽഡോളിൽ ആൽഫ ഹൈഡ്രജൻ വേണം, കന്നിസാരയിൽ ആൽഫ ഹൈഡ്രജൻ വേണ്ട. ഇവിടെ NaOH ആണ് എടുക്കുന്നത്, ഇവിടെയും NaOH ആണ്, പക്ഷേ ഇവിടെ ഡൈലൂട്ട്, ഇവിടെ കോൺസെൻട്രേറ്റഡ് ആണ്. പിന്നെ വുഫ് കിഷ്ണർ, ക്ലെമൻസൺ, ഇത് രണ്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എങ്ങനെയാണ് വീഴുന്നതെന്നും പറഞ്ഞാണ്, എന്തിനെ മാറ്റണമെന്നും പറഞ്ഞു. CHO ആണെങ്കിൽ CH3 ആക്കുക, C ഡബിൾ ബോണ്ടോ ആണെങ്കിൽ CH2 ആക്കുക, പഠിച്ചതാണ്. ദെൻ HVFD റിയാക്ഷൻ, ഹെൽ വോൾഹാർഡ് സെലൻസ്കീസ് റിയാക്ഷൻ, മറ്റേ റെഡ് ഫോസ്ഫറസും HXും വരുന്നത് ഓൾറെഡി പറഞ്ഞായിരുന്നു. COHൻ്റെ തൊട്ടടുത്ത കാർബണിലെ H മാറ്റിയിട്ട് Xനെ കൊടുക്കണം. പിന്നെ എറ്റാഡ് റിയാക്ഷൻ, ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. എറ്റാഡ് റിയാക്ഷനും പറഞ്ഞാണ് ഇതെല്ലാം നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ചാപ്റ്ററിനകത്ത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതൊക്കെ മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോകണം നിങ്ങൾ. അതാണ് ഫുൾ ചേർത്ത് 25 മാർക്കിന് എടുത്തേക്കുന്നത്. അടുത്തത് ഹിൻസൻബർഗ് ആൻഡ് ഐസോസൈനൈ ടെസ്റ്റ്, ഓൾറെഡി പറഞ്ഞതാണ്. ഹിൻസൻബർഗ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീൻസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനാണ്. ഐസോസൈനൈ ടെസ്റ്റ് പ്രൈമറി അമീൻസിനെ മാത്രം ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനാണ്. ഹിൻസൻബർഗ് ടെസ്റ്റിൽ യൂസ് ചെയ്യുന്ന ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് ആണ്. ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് മറ്റേ CHCl3 NaOH ആണ്.
ഇവിടെ നമുക്ക് ഐസോസൈനൈഡ് കിട്ടും, ഒരു ഫൗൾ സ്മെല്ല് കിട്ടും. ഇവിടെ നമുക്ക് പ്രൈമറി ആണെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് കിട്ടും, അത് ആൽക്കലിയിൽ സോളുബിൾ ആയിരിക്കും. സെക്കൻഡറി ആണെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് കിട്ടും, ആൽക്കലിയിൽ ഇൻസോളുബിൾ ആയിരിക്കും, ടെർഷ്യറി റിയാക്ട് ചെയ്യത്തില്ല. പിന്നെ ബേസിസിറ്റി, അമീൻസിന്റെ ബേസിസിറ്റി സ്ഥിരം ചോദിക്കുന്നതാണ്. കുറേ അമീൻസ് തന്നിട്ട് ഇതിൽ ആരാണ് ബേസിക് എന്ന് പറഞ്ഞ് ചോദിക്കും. അമീൻസിന്റെ ബേസിസിറ്റി 2 രീതിയിലുണ്ട്, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടെ പറയാം. അതിനകത്ത് ഗ്യാസ് ഫേസ് ആണെങ്കിൽ, അതായത് ഗേഷ്യസ് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം. ആദ്യം ഏറ്റവും ബേസിസിറ്റി കുറവെന്ന് പറയുന്നത് നമ്മുടെ അനിലീനാണ്. അനിലീൻ എങ്ങനെ എഴുതാറുണ്ട്? C6H5NH2 എന്ന് എഴുതാറുണ്ട്. പിന്നെ അമോണിയ ബേസിസിറ്റി കൂടുതലാണ്. പിന്നെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. പ്രൈമറി അറിയാമല്ലോ, എന്നിൻ്റെ കൂടെ 2 ഹൈഡ്രജൻ, സെക്കൻഡറി ആകുമ്പോൾ എന്നിൻ്റെ കൂടെ 1 ഹൈഡ്രജൻ, ടെർഷ്യറി ആകുമ്പോൾ എന്നിൻ്റെ കൂടെ ഹൈഡ്രജൻ ഇല്ല. ഓക്കെ, ഇത്. പിന്നെ അക്വസ് ഫേസിൽ നിങ്ങളുടെ അടുത്ത് ഗ്യാസ് ഫേസ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ ഓർഡർ എടുക്കാവൂ. ഗ്യാസ് ഫേസ് എന്ന് ക്വസ്റ്റിനകത്തുണ്ടെങ്കിൽ മാത്രം, ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് ഫേസ് ആക്കി എടുക്കുക? അക്വസ് ഫേസ് ആക്കി എടുക്കുക. അക്വസ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അക്വസ് ഫേസ് ആണ്. ഗ്യാസ് ഫേസ് എന്ന് എടുത്ത് പറഞ്ഞാൽ മാത്രമേ ഇത് എടുക്കാവൂ. ഇവിടുത്തെ ഓർഡർ എന്തോ സെയിം ഓർഡർ തന്നെ. ആദ്യം എന്തോ NH2, ഇത് അനിലീനാണ്, C6H5NH2 എന്ന് എഴുതാറുണ്ട്. പിന്നെ NH3, പിന്നെ ആരാ വരുന്നത്? ടെർഷ്യറിയാണ്. പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അത് സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ്. മീഥേലിൻ്റെ കേസിലാണ് നമുക്ക് കൂടുതലും പഠിക്കാനുള്ളത്. ഇതേലൊന്നും അങ്ങനെ ചോദിക്കാറില്ല, മീഥേൽ തന്നെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ഓർഡർ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ബേസിസിറ്റി എക്സാമിന് സ്ഥിരം ചോദിക്കും. പിന്നെ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്, പ്രൈമറി അമൈഡ്സ്. പിന്നെ താലിമൈഡിലെ ബെൻസീറിങ്ങിനകത്ത് C+C+NH NH ആദ്യം KOH റിയാക്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ H മാറി K വരും. പിന്നെ ഏത് പ്രൈമറി അമീനാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൻ്റെ RNA കിട്ടും. അപ്പോൾ RNH2 നമുക്ക് കിട്ടും. സിമ്പിളാണ്, എക്സാം എഴുതി പഠിപ്പിച്ചതാണ്. പിന്നെ ഹോഫ്മാൻസ് ബ്രോമോമൈഡ് അറിയാമല്ലോ. ഹോഫ്മാൻസ് ബ്രോമോമൈഡ് പ്രൈമറി അമീൻസിനെ സിന്തസൈസ് ചെയ്യാൻ അമൈഡിൽ നിന്ന് പ്രൈമറി അമീനെ പ്രിപ്പയർ ചെയ്യും. ബ്രോമിനും NaOH, KOH. അതാണ് അത്രയും വരുന്നത്. പിന്നെ ലെസ് റിയാക്റ്റീവ് ഓഫ് അരൈൽ ഹാലൈഡ്സ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് നമ്മൾ ഒരുപാട് വട്ടം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തതാണ്. 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അരൈൽ ഹാലൈഡ്സ്. അരൈൽ ഹാലൈഡ് ബെൻസീൻ റിങ്ങിനകത്ത് ഹാലജൻ വരുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് അരൈൽ ഹാലൈഡ്. ബെൻസീൻ റിങ്ങിനകത്ത് ഹാലജൻ. ഇത് ക്ലോറിൻ ആകാം, ബ്രോമിൻ ആകാം. ഇത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ന്യൂക്ലിയോഫൈൽ, നെഗറ്റീവ് ചാർജുള്ള ആൾക്കാർ, ഇവർ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് എക്സ് മാറിയിട്ട് ന്യൂക്ലിയോഫൈൽ കയറുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് അരൈൽ ഹാലൈഡ്സ് ലെസ് റിയാക്റ്റീവാണ്. ഇത് നടക്കാൻ ചാൻസ് ഭയങ്കര കുറവാണ്. അതിൻ്റെ ഒന്നാമത്തെ റീസൺ, 2 റീസൺ ഉണ്ട്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ എക്സിൻ്റെ റെസൊണൻസ് വഴി ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരുന്നുണ്ട്. അല്ലേ, ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഹാലജനാണ്. അവർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അവർ ഇലക്ട്രോൺ ഡൊണേറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരും. എന്നിട്ട് ഇങ്ങനെ റെസൊണൻസിൽ പോകും. അപ്പോൾ ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരുന്നുണ്ട്. എന്ത് വഴി? റെസൊണൻസ് വഴി. എന്തുകൊണ്ടാണ്? കാരണം ഹാലജൻസ് ഏത് എഫക്റ്റ് കാണിക്കുന്ന ആൾക്കാരാണ്? +R എഫക്റ്റ് കാണിക്കുന്നവർ. ഹാലജൻസ് +R എഫക്റ്റ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് മാറിയിട്ട് ഡബിൾ ബോണ്ടിൻ്റെ ക്യാരക്ടർ വരും. അപ്പോൾ ഇതിനെ പൊട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സിംഗിൾ ബോണ്ടിനെ കാട്ടി പൊട്ടിക്കാൻ പാടാണ് ഡബിൾ ബോണ്ട്. അത് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ, ഈ ഹാലജൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും. ഇത് ഫീനോക്സൈഡ് അയോൺ ആണ്. ഇത് അൺസ്റ്റേബിൾ ആണ്. അതായത് C6H5+ എന്ന് പറയുന്ന ആളെന്താണ്? അൺസ്റ്റേബിൾ ആണ്. അത് വേറൊരു റീസൺ. അതുകൊണ്ട് ആ ഒരു കേസിൽ അവർ നിൽക്കാറില്ല, അൺസ്റ്റേബിളാണ്. അപ്പോൾ ഈ 2 കേസും കൊണ്ടാണ് കൂടുതലായിട്ടും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ നടക്കാത്തത്. അത് എക്സാമിന് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ടും പഠിച്ചു വെച്ചിട്ട് തന്നെ പോകും. ഓക്കെ, അപ്പം ലെസ് റിയാക്റ്റീവ് ഓഫ് അരൈൽ ഹാലൈഡ്സ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അടുത്തത് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് വിത്ത് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. അതും നമുക്ക് 2-3 വട്ടം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ആൽഡിഹൈഡും കീറ്റോണുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അതിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ആൽഡിഹൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ, ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ ഒരു ആൽഡിഹൈഡ് നമ്മുടെ ഫോർമാൽഡിഹൈഡാണ്. ഫോർമാൽഡിഹൈഡിൻ്റെ ഫോർമുല HCH. ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ആൽഡിഹൈഡ്സ്, ബാക്കിയുള്ള ഏത് ആൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്താലും, ആൽഡിഹൈഡുമായിട്ട് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് റിയാക്ട് ചെയ്താൽ അതിൽ ഫോർമാൽഡിഹൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രൈമറി കിട്ടും. ഫോർമാൽഡിഹൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, നമുക്ക് പ്രൈമറി ആൽക്കഹോൾ കിട്ടും. പ്രൈമറി ആയിരിക്കും കിട്ടുന്നത്, ഫോർമാൽഡിഹൈഡായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ബാക്കി ഏത് ആൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്താലും, നിങ്ങൾ റിയാക്ട് ചെയ്യിപ്പിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്നത് സെക്കൻഡറി ആയിരിക്കും. എന്നാൽ കീറ്റോണുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ, കീറ്റോൺ ഏതോ ആയിക്കോട്ടെ, ഏത് കീറ്റോണുമായിട്ട് റിയാക്ട് ചെയ്താലും ടെർഷ്യറി ആയിരിക്കും.
ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇങ്ങോട്ട് കാണിക്കാമേ. ഞാൻ ഫോർമാൽഡിഹൈഡ് എടുക്കാം. HCHO. ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ ഫോർമുല RMgX ആണ്. ഇതാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് RMgX. R കാർബണിന്റെ ചെയിനാണ്, Mg മഗ്നീഷ്യം, X ഹാലജൻ. ഇത് ഞാൻ ഇങ്ങനെ എഴുതാണ് HC+OH ഇങ്ങനെ എഴുതാം. H പ്ലസ് ഇത് പ്രൈമറി ആൽക്കഹോളാണ്, അത് വിട്ടുപോയ ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ, ടെറിഷറി ആൽക്കഹോൾ. അപ്പം ആൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് പ്രൈമറിയോ സെക്കൻഡറിയോ കിട്ടും. അത് ഫോർമാൽഡിഹൈഡ് ഒഴികെ ബാക്കി ഏത് ആൽഡിഹൈഡ് നിങ്ങൾ എടുത്താലും സെക്കൻഡറി ആണ്. ഫോർമാൽഡിഹൈഡ് മാത്രമേ പ്രൈമറി തരത്തുള്ളൂ. പിന്നെ കീറ്റോൺ ആണെങ്കിൽ ടെറിഷറി ആയിരിക്കും. ഇവിടെ സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ. RMgX വേണ്ട, R വന്ന് കാർബണിൽ അറ്റാച്ച് ചെയ്യും, MgX വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ കിട്ടുന്നത് HCH. R വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്തു, Oയ്ക്കകത്ത് MgX വന്നു, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി. പിന്നെ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ OHും Hും വരും. വാട്ടർ കൊടുത്താണ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്, അപ്പോൾ HOH വരും. ബാക്കിയെന്ന് പറഞ്ഞ് RCH2 Oയുടെ കൂടെ H കണ്ടു, പ്രൈമറി കിട്ടും. ബാക്കി ഏത് ആൽഡിഹൈഡ് എടുത്താലും സെക്കൻഡറി ആണ്. ബാക്കി ഏത് ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഹൈഡ്രജനെ R ആക്കി മാറ്റിയാൽ മതി, അപ്പം വേറെ ഏതെങ്കിലും ആൽഡിഹൈഡായി. പിന്നെ ഈ സ്ഥാനത്ത് R ആക്കി കഴിഞ്ഞാൽ കീറ്റോണായി. അപ്പം ഈ സ്ഥാനത്ത് R വരും, കണ്ടോ, സ്ഥാനത്ത് R വരും. അപ്പോൾ ഇത് സെക്കൻഡറി ആയി. ഈ സ്ഥാനത്ത് കൂടെ R വരുമ്പോഴത്തേക്ക് അത് ടെറിഷറി. അപ്പോൾ അത് മസ്റ്റാണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് പഠിച്ചുകൊണ്ട് പോയാൽ ഓർഗാനിക്കിൻ്റെ 25 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോകാം. ഓക്കെ.